നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും എവിടെയും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണിപ്പോൾ. സാധാരണഗതിയിൽ ഓണച്ചിത്രങ്ങൾക്കായി തയ്യാറെടുക്കേണ്ട സമയമാണിത്. എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല മലയാള ചലച്ചിത്ര ലോകത്തിന് വിഷയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയുടെ മുഖംമൂടി തന്നെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാലിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പനിയും ശ്വാസതടസ്സത്തെ തുടർന്നും മാൽജി എന്ന രോഗത്തെ തുടർന്നും ഒക്കെ ആരോഗ്യം വഷളായെന്നും 4 ആഴ്ചകളാണ് വിശ്രമം വേണമെന്നും അന്ന് ഡോക്ടർ മോഹൻലാലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിന് പിന്നാലെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും പിന്നെ പരിപാടിയുടെ ഭാഗമായിട്ട് റിഹേഴ്സൽ നടത്തേണ്ടി വന്നതും ഇതൊക്കെ കാരണം കൊണ്ട് ആകെ സ്ട്രെസ്സും ഒക്കെ കാരണം കൊണ്ട് മോഹൻലാലിന്റെ ആരോഗ്യം വളരെ മോശകരമായിട്ട് മാറുകയായിരുന്നു. അതിന് പിന്നാലെ സുചിത്രയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഒരു വലിയ സർജറി ആവശ്യമായിട്ട് വേണ്ടി വന്നു എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയുടെ മറുപടി ഒന്നും കാണാതിരുന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനിപ്പോൾ തിരക്കിലാണ്, സുചിത്രയുടെ കാര്യം പറഞ്ഞ ആശുപത്രിയിലെ സർജറിയുടെ കാര്യത്തിനായി ആശുപത്രിയിലാണ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മറുപടി നൽകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് മോഹൻലാൽ എത്തിയിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു അമ്മ സംഘടനയുടെ കൂട്ടരാജി ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ മലയാള സിനിമയെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെല്ലാം ശേഷം മോഹൻലാലിൻ്റെ ആരോഗ്യം വീണ്ടും വഷളായി, പനിയും ശ്വാസതടസ്സവും ഒക്കെ കൂടി എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് മമ്മൂട്ടി തന്നെ കാണാനായി മോഹൻലാലിനെ കാണാനായി ആശുപത്രിയിലേക്ക് പോയതും വാർത്തയായിരുന്നു. അതിന് പിന്നാലെ ദിലീപും കാവ്യയും ഇപ്പോൾ മോഹൻലാലിനെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ദിലീപ് മോഹൻലാലിൻ്റെ അടുക്കൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നുമൊക്കെ പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല കാവ്യയെ ഒന്നും മുഖം പോലും കൊടുക്കാതെ തിരിഞ്ഞു പോലും നോക്കാതെ മോഹൻലാൽ മാറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. എന്തായാലും 31-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ശ്രീമോഹനം എന്ന പരിപാടിയിൽ ലാലേട്ടൻ എത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ഇത്തവണ മോഹൻലാലിനാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കൈമാറുന്നതും. അപ്പോൾ അത് സ്വീകരിക്കാനായി മോഹൻലാൽ 31-ന് തലസ്ഥാനത്ത് എത്തും എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലും ഈ ഒരു രാജിയും അതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതൊന്നും ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്ന മോഹൻലാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. അതുമാത്രമല്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞാൻ വരും, നിങ്ങളെ കാണും എന്നും മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും എന്ന പ്രതീക്ഷയിലാണ്. ഇതിനെന്തെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും പരിഹാരം ഉടനടി കാണും എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയാം. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.